ഓണം പായസമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി വിവിധ തരത്തിലുള്ള പല തരത്തിലുള്ള നല്ല നല്ല പായസങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ നിത? പിന്നെ കണ്ടത് എത്രയോ കുറവ്, കാണാനിരിക്കുന്നത് അതിലേറെ ഉണ്ട്. കാരണം അത്രയും വ്യത്യസ്തമായതും വെറൈറ്റിയുള്ള പായസങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഓണം പായസമേളയിൽ തയ്യാറാക്കുന്നത്. ഇന്ന് 4 വ്യത്യസ്ത തരത്തിലുള്ള പായസങ്ങളുമായി 4 വീട്ടമ്മമാർ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഞാൻ റീന, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. തൃശ്ശൂർ സെൻറ് മേരീസ് കോളേജിലെ ബിവോക്ക് വിഭാഗം മേധാവിയാണ്. ഓണം പായസമേളയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇതോടെ പരീക്ഷിക്കാൻ പോകുന്നത്. ഞാൻ അമ്പിളി, ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഹൗസ് വൈഫാണ്. ഇവിടെ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെ വീട്ടിൽ ഞാൻ പരീക്ഷിച്ചിട്ടില്ല, എന്താവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഹായ്, എൻ്റെ പേര് അനുശ്രീ. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. എറണാകുളത്തിൽ നിന്ന് വരുന്നു. പാചകത്തിൽ ഞാൻ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ പരീക്ഷണവുമായിട്ടാണ് ഞാൻ ഇന്ന് പായസമേളയിലേക്ക് വന്നിരിക്കുന്നത്. ഹായ്, ഞാൻ മിശ്രിയ, ആലുവയിൽ നിന്ന് വരുന്നു. കുക്കിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പായസമേളയിൽ ഒരു വെറൈറ്റി പായസം ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണം പായസമേളയിലേക്ക് സ്വാഗതം. ആദ്യത്തെ കണ്ടസ്റ്റന്റ് മിശ്രിയ. മിശ്രിയ, ഇന്ന് എന്ത് പായസമാണ് ഉണ്ടാക്കുന്നത്? ഡേറ്റ് ബോൾസ് പായസമാണ് ഉണ്ടാക്കുന്നത്. ഡേറ്റ് ബോൾസ്. ഡേറ്റ് ബോൾസ് പായസമാണ്. ഇത് ആദ്യമായിട്ടാണോ ഉണ്ടാക്കുന്നത്? ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് അമ്പിളിയാണ്. അമ്പിളി ചേച്ചി, എന്ത് പായസമാണെന്ന്? ഇന്ന് മത്തങ്ങ കടലപ്പരിപ്പ് പായസം. മത്തങ്ങയും കടലപ്പരിപ്പും. അമ്പിളി ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ്. ഹൗസ് വൈഫാണ്. അപ്പൊ പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. അത്യാവശ്യം വീട്ടുകാർക്കും കുട്ടികളെ എല്ലാം അത് കഴിപ്പിക്കാറുണ്ട്. ഇത് വീട്ടിൽ വെച്ചിട്ടുണ്ട്? ഇല്ല, ഉണ്ടാക്കില്ല. ആദ്യമായിട്ടാണ്. ഇത് എവിടെ നിന്ന് ഈ ഒരു ഐഡിയ കിട്ടിയത്? ഇത് അമ്മ പറഞ്ഞു തന്നാ. അമ്മ പറഞ്ഞു അതുപോലെയാണോ അതോ അല്ല, ഉണ്ടോ? അതുപോലെയാണ്. ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് റീനയാണ്. എന്ത് പായസമാണ് റീന ഉണ്ടാക്കാൻ പോയെന്ന്? ഞാൻ മിക്സഡ് ഫ്രൂട്ട് വിത്ത് തമ്മർ പായസമാണ് ഉണ്ടാക്കുന്നത്. ആ പേര് ഒന്നുകൂടി ഒന്ന് പറയാമോ? മിക്സഡ് ഫ്രൂട്ട് വിത്ത് തമ്മർ. മിക്സഡ് ഫ്രൂട്ട് വിത്ത് തമർ. എന്താ ഈ തമർ? തമ്മർ എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ് എന്നാണ്. അതൊരു അറബി വേർഡാണ്. ഇതൊരു വെറൈറ്റി ഷോ ആയതുകൊണ്ട് ഒരു വെറൈറ്റി പേരുമായി വന്നു എന്നുള്ളൂ. ഒരു വെറൈറ്റി പേരുമായി ഒരു വെറൈറ്റി പായസവുമായി ചേച്ചി ഓണം പായസമാണ്. ഈസി റെസിപ്പിയാണോ അതോ കുറച്ച് വിഷമമുള്ളതാണോ? അല്ലല്ല, വളരെ കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു, കാരണം നമ്മളെ ജോലി തിരക്കിനിടയിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് കൊണ്ട് ചെറിയൊരു പായസം ഉണ്ടാക്കാന്ന്, അതാണ് നമ്മുടെ ലക്ഷ്യം. ജോലിക്ക് പോകുന്നുണ്ടോ? യെസ്, ആ തിരക്കിനിടയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്ത് ജോലിയാ? ഞാൻ തൃശ്ശൂർ സെൻറ് മേരീസ് കോളേജിൽ ബിവോക്ക് വിഭാഗം മേധാവിയാണ്. ബിവോക്ക് എന്ന ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ? ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തമർ പായസം തമർ പട്ടാറാവട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്ത കണ്ടസ്റ്റന്റ് അനുശ്രീ. ഹായ് അനുശ്രീ. ഹായ്. എന്ത് പായസം ചെയ്യുന്നത്? ഡേറ്റ്സ് ആൻഡ് നട്ട്സ്. ഡേറ്റ്സ് ആൻഡ് നട്ട്സ്. അതിലുണ്ട് ഡേറ്റ്സ് അല്ലേ? കുറച്ച് റിച്ച് ആണല്ലേ? വേറെന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് അതില് പിന്നെ നട്ട്സും ചവ്വരിയൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. വളരെ ഈസി റെസിപ്പി. ഓക്കെ, സ്വന്തം റെസിപ്പി ആണോ അത്? ആണ്. സ്വന്തമാണ്. സ്വന്തമായിട്ട് ചെറിയ പരീക്ഷണങ്ങൾ. ആണോ? അതുപോലെ കുറെ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും പായസം ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. എല്ലാവരും റെഡി അല്ലേ? തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. അനുശ്രീ, റിച്ച് പായസം, ഡേറ്റ്സ് ആൻഡ് നട്ട്സ് അല്ലേ? ഡേറ്റ്സ് ആൻഡ് നട്ട്സിന്റെ പായസത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാമോ? പാല്, ഡേറ്റ്സ് പേസ്റ്റ് ആക്കിയത്, പശുമ്പാല്, ചവ്വരി, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, ഗീ, നട്ട്സ്, തേങ്ങാക്കൊത്ത്. നട്ട്സ് പൊടിക്കണം. ചെറുതായി ക്രഷ് ചെയ്തത്. ഇത് ഡേറ്റ്സ് ഒന്ന് ക്രഷ് ചെയ്തത്. ഇത് പീനട്ട്സ് ഒന്ന് നെയ്യിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തത്. മുന്തിരി. ഓക്കെ, ഇത് ഡേറ്റ്സ് പേസ്റ്റ് ആക്കിയത്. ഓക്കെ, രണ്ടും വേണം അല്ലേ? വേണം. ഓക്കെ, അപ്പൊ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം നെയ്യ് ഒഴിച്ച് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തേങ്ങാക്കൊത്തെല്ലാം ഇതിൽ ചെയ്യാം. കുക്കിംഗ് ഒരുപാട് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. വേറെന്തൊക്കെയാ ഇഷ്ടം? കുക്കിംഗ്, പിന്നെ ഡാൻസ് ചെയ്യും.
ഡാൻസ് ഇഷ്ടമാണ്. ക്ലാസിക്കൽ ഡാൻസറാണ്. ഞാനിപ്പോൾ ഡിഗ്രി ചെയ്യുന്നുണ്ട് മോഹിനിയാട്ടത്തിൽ. അപ്പം നമുക്കൊരു ടാസ്ക് ഉണ്ട്. ഓക്കെ. ഒരു ആഘോഷമുണ്ട് അവസാനം. അപ്പം എന്തായാലും അതിൽ നമുക്ക് ഡാൻസ് കളിക്കാം. ശരി. റെഡി ആണല്ലേ? റെഡിയാണ്. അത് മതി. വെരി ഗുഡ്. നല്ല ആറ്റിറ്റ്യൂഡ്. ആദ്യം തന്നെ നമ്മൾ തേങ്ങ വറുത്തു. തേങ്ങ കൊത്തിട്ടു. പിന്നെ നട്ട്സ് രണ്ടും വറുത്ത് കോരണം. ഇല്ല, വറുത്ത് കോരുന്നില്ല, ഒരുമിച്ച് തന്നെ നമ്മളെല്ലാം ചെയ്യാം. ആണോ? സെപ്പറേറ്റ്. അമ്പിളി ചേച്ചി, എന്ത് പായസമാണ്? മത്തങ്ങ കടലപ്പരിപ്പ് പായസം. ഇപ്പൊ എന്ത് സ്റ്റേജ് വരെ എത്തി? ആദ്യം എന്താ ചെയ്ത്? ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് മത്തങ്ങ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ട് വഴറ്റണം. മത്തങ്ങ വേവിച്ച് മിക്സിയിൽ അടിച്ച് വെക്കണം. അത് നെയ്യിലിട്ട് വഴറ്റുക. ആദ്യത്തെ സ്റ്റെപ്പ്. നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ശർക്കര പാനി ചേർക്കാം. ശർക്കര പാനി ചേർക്കാം. എനിക്ക് അമ്പിളി ചേച്ചിയെ കണ്ടപ്പോൾ തോന്നി, എന്താ പറയുക, എല്ലാ മുഖലക്ഷണങ്ങളും ഉള്ള ഒരു നല്ല മലയാളി വീട്ടമ്മ. പാചകം ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? മക്കൾക്കും ഭർത്താവിനും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഇങ്ങനെ വെച്ച് അവരെ ഊട്ടി അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വീട്ടമ്മയാണെന്ന് തോന്നുന്നു. ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് ചേച്ചിയുടെ പ്രത്യേക, അതായത് ഏറ്റവും നല്ല പ്രിപ്പറേഷൻ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളത്? പ്രിപ്പറേഷൻ നാടൻ വിഭവങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്, നോൺ വെജ് അല്ല. നോൺ വെജ് ഉണ്ടാക്കും, പക്ഷെ നാടനും ഉണ്ടാക്കും. മക്കൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് അമ്പിളി ചേച്ചി ഉണ്ടാക്കുന്നതിൽ? ബട്ടർ ചിക്കൻ ഉണ്ടാക്കും. ഇതിപ്പോ ചേച്ചിയുടെ അമ്മ പറഞ്ഞു തന്നെ? അതെ അതെ, അമ്മ പറഞ്ഞു തന്നെയാണ്. അമ്മയും നല്ലൊരു കുക്കാണ്. അതെ അതെ, അമ്മ നല്ല കുക്കാണ്. അത്ര എത്തില്ല. ഇല്ലില്ല. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അത് ഇനി കടലപ്പരിപ്പ് ചേർക്കണം, അതും വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതെ അതെ. ഇത് പശുമ്പാലോ? അത് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാല്. പിന്നെ ഇത് പശുമ്പാൽ. പിന്നെ അവസാനം ഇടാനായിട്ട് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്കാപ്പൊടി, ചുക്കുപൊടി. ഇനി ഇതൊരു തിള വന്നതിന് ശേഷം കടലപ്പരിപ്പ് ഇടണം. അല്ലാതെ എന്തെങ്കിലും പാഷൻ ഉണ്ടോ അമ്പിളി ചേച്ചിക്ക് കുക്കിംഗ് അല്ലാതെ? ഹോബീസ് ടി വി ആണ്, ഡ്രൈവിംഗ് ഇഷ്ടമാണ്, ഓടിക്കും. പിന്നെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പാട്ട് പാടുവോ? ഇല്ല ഇല്ല. തിളച്ചു തുടങ്ങി. ഇനി അടുത്തത് നമുക്ക് കടലപ്പരിപ്പ്. ഇത് ഏകദേശം ആയതിനു ശേഷം നമ്മൾ പാലാഡ് ചെയ്യും. പിന്നെ ചേച്ചി, മിക്സഡ് ഫ്രൂട്ട് വിത്ത് തമർ എന്തായി? പ്രോസസ്സിങ് ചെയ്തോണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് ഞാൻ പാല് ഒഴിച്ച് തിളപ്പിച്ചു. തിളച്ച പാലിലേക്ക് ഡേറ്റ്സ് നമ്മൾ ചെറിയ പീസാക്കിയ ഡേറ്റ്സ് ഇട്ടു. നുറുക്കി വെച്ച ഡേറ്റ്സ് ഇട്ടു. ഇനിയിപ്പം ഇത് നല്ലോണം തിളക്കണം. തിളച്ചതിന് ശേഷമാണ് ഇടുമ്പോൾ അതിനൊരു രുചി കൂടുതലുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. കുക്കിംഗ് ഭയങ്കര പാഷനാണോ? കുക്കിംഗ് പാഷനാണ്. ഇടയിലും കുക്കിംഗ് ഒക്കെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞപ്പോ നമുക്കൊരു ഇഷ്ടമില്ലാണ്ട് എന്തായാലും അത് ചെയ്യില്ല. അതെ അതെ, കുക്കിങ്ങിനോട് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കുറച്ച് നല്ല ഡയറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കുക്ക് ചെയ്യുന്നു, അത് കഴിക്കുന്നു. ഹെൽത്തി ആയിട്ടുള്ളത്. വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ? ഇനിയിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് മാതള നാരങ്ങയാണ്. അപ്പം അത് ഞാൻ എൻ്റെ ഒരു ഡിഷിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പായസത്തില് അതാണ് അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഞാൻ ആപ്പിൾ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ആപ്പിൾ ചെറിയ പീസുകളായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും അവസാനം അത് നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അത് വേവിക്കുന്നില്ല. ആപ്പിളും മാതളവും ഏറ്റവും അവസാനം. അത് വേവിക്കുന്നില്ല. നമ്മൾ ഫ്രൂട്ട്സ് വേവിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ വൈറ്റമിൻസും ഒക്കെ പോകുന്നതാണ് പറയാം, നഷ്ടപ്പെടും. അപ്പൊ അത് നമ്മൾ വേവിക്കുന്നില്ല. ലാസ്റ്റ് നമ്മൾ അതിന് ഗാർണിഷ് ചെയ്യുന്നു. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സാധാരണ പായസത്തിൽ ചെയ്യുന്ന പോലെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ചേർക്കുന്നുണ്ട്. കശുവണ്ടി, അതെല്ലാം ഉണ്ട്. മിൽക്ക് മെയ്ഡ് നമ്മളൊരു കുട്ടികൾക്ക് സാധാരണ ഒരു ടേസ്റ്റ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യാറ് ഈ മിൽക്ക് മെയ്ഡ് ഒക്കെ ചെയ്യുമ്പോഴാണ്. അപ്പൊ അതും കൂടി ഞാനൊന്ന് കുറച്ച് ചേർക്കാൻ ഉദ്ദേശിക്കും. തിളച്ചു കഴിഞ്ഞാൽ ഇനി എന്താ ഇടാൻ പോകുന്നത്? ഇനിയിപ്പോ ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നു. പിന്നെ ഏകദേശം ഒരു രൂപ ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെല്ലാം വെച്ച് ഗാർണിഷ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. സോ സിമ്പിൾ. അതെ 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 അതെ, ടേസ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്കറിയാം. തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു.
മിശ്രിയ ചേച്ചി എന്ത് പായസമാണ്? ഡേറ്റ്സ് പായസം. ഡേറ്റ്സ് ബോൾസ് പായസം. ഡേറ്റ്സ് ബോൾസ് പായസം. ഡേറ്റ് ഇങ്ങനെ നട്ട്സ് ക്രഷ് ചെയ്തതും ഇതും കൂടി ബോൾസ്. ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയും. ആദ്യം തന്നെ ഇത് ബോൾസ് ചെയ്ത് എടുക്കും. നെയ്യിൽ വഴറ്റി എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കും. വഴറ്റിയതിന് ശേഷം ബോൾസ് ഉണ്ടാക്കും. അതിനുശേഷം പാല് തിളച്ചതിന് ശേഷം ചവ്വരി, പിന്നെ പഞ്ചസാര, ഏലക്കാപ്പൊടി ഇട്ട് തിളപ്പിക്കും. എന്നിട്ട് അതിനുശേഷം ഈ ബോൾസ് അതിലേക്ക് ഇടും. അത് കാഷ്യൂ നട്ട്. നട്ട്സ് ക്രഷ് ചെയ്തെടുത്തത്. ഇത് പാല്, പശുപാല്. ഇത് തേങ്ങാപ്പാല്. ഒടുവില് തിളയ്ക്കുന്നതിന് മുൻപ് തന്നെ ഏലക്കാപ്പൊടി ഇടും. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഏലക്കാപ്പൊടി. ഇത് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്? സിമ്പിൾ ആയിട്ടുള്ള മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്? ഇല്ല, ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടില്ല. ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ കാഷ്യൂ നട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ബോൾസ് ആവും. ഈ ബോൾസ് ആണ് മാറ്റി വെക്കേണ്ടത്. ബോൾസ് മാറ്റി. അപ്പൊ നമ്മള് പായസം കുടിക്കുമ്പോ ഇങ്ങനെ കുറച്ചല്ലേ നോമ്പിനൊക്കെ ഞങ്ങൾ ഇവിടെ റവ കാച്ചുമ്പോ ഇങ്ങനെ ചെയ്യാറുണ്ട്. തരി കാച്ചുമ്പോ ലാസ്റ്റ് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യാറുണ്ട്. എന്തായാലും നമ്മുടെ പായസങ്ങളൊക്കെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാം. അനുശ്രീ, ഡേറ്റ്സ് ആൻഡ് നട്ട്സ് പായസം അല്ലേ? ഞാൻ നേരത്തെ വന്നപ്പോ നമ്മുടെ ഡേറ്റ്സ് വഴറ്റിട്ടുണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് പാലൊഴിക്കണം. പാലൊഴിച്ച് പാല് ചെറുതായി തിള വരുമ്പോ ചവ്വരി ഇടാം. ചവ്വരി ഇട്ട് അതും ചെറുതായി തിളച്ചാൽ മതി. ചവ്വരി ഇട്ട് തിളയ്ക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. അതും നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഞാനൊരു ബോൾസ് ഉണ്ടാക്കിയിരുന്നു. ഡേറ്റ്സും പീനട്സും വെച്ചിട്ട്. പീനട്സ് നെയ്യിലൊന്ന് ചെറുതായി വറുത്തിട്ട് ക്രഷ് ചെയ്തെടുത്താണ്. അതാണിത്. അതിനാണ് ഡേറ്റ്സ് ഒന്നും പതുക്കെ ക്രഷ് ചെയ്തെടുത്തത്. അത് രണ്ടും കൂടി ചേർത്ത് ഒരു ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോളും ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടി ഇട്ടിട്ട് അതും ചെറുതായി തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. പായസം റെഡി. പാലൊന്ന് കുറുകണം അല്ലേ? അത് കുറുകി വരും. നമ്മൾ ആ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് വരുമ്പോൾ മിൽക്ക് മെയ്ഡ് ഒക്കെ ഒഴിക്കുമ്പോൾ തന്നെ ആ ചൂടിൽ കുറുകി ആ സമയം കൊണ്ട് നമുക്ക് ആ ബോൾസ് ഉണ്ടാക്കാം. ഇനി ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നെ പക്ഷെ ഗാർണിഷ് ചെയ്തേ. പിന്നെ എല്ലാം ഒന്നും കുറയ്ക്കണ്ട. ചേച്ചി, മാഡം സോറി, നമ്മുടെ കോളേജിലെ കുട്ടികളൊക്കെ ഇത് കാണാൻ വേണ്ടി നോക്കിയിരിക്കാണ് കേട്ടോ. അവര് വെയിറ്റ് ചെയ്തിരിക്കുക. നേരത്തെ ഞാൻ വന്നപ്പോ ഇവിടെ പാല് നന്നായിട്ട് ഈന്തപ്പഴമൊക്കെ ഇട്ട് തിളപ്പിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് ഒരുവിധം കുറുകി വന്നപ്പോഴും നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തു. പിന്നെ അതും നന്നായിട്ട് കുറുകി വന്നപ്പോഴും ഏകദേശം നമ്മളിപ്പം ഇത് ഒരു ലിക്വിഡ് ഫോമിലല്ല ഈ പായസം. കാരണം ഇത് ഫ്രൂട്ട്സ് ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതില്. കാരണം നമുക്ക് കുറുകിയിരിക്കും. കാരണം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സിന്റെ വേറൊരു വെറൈറ്റി പോലെ നമുക്കിത് ചെയ്യാം. ഇനി ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു പായസം എന്നുള്ള നിലയിൽ ഫ്രൂട്ട്സ് ചേർത്ത് ഒരു വേറെ ടേസ്റ്റ് ആക്കി മാറ്റി അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പൊ രണ്ടും ഒരു പർപ്പസ് ഉണ്ട് ഈ ഒരു മിക്സഡ് ഫ്രൂട്ട് ആളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. അതെ, ഓൾട്ടർ ചെയ്യാൻ പറ്റും. അതൊരു അപ്പൊ അതുകൊണ്ട് അതെല്ലാം കുറുകി വന്നു. പിന്നെ അതിനുശേഷം നമുക്ക് പണിയൊക്കെ കഴിഞ്ഞു. കാരണം ഫ്രൂട്ട്സ് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ലാസ്റ്റ് ഒന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞു. അവസാനം മാതള നാരങ്ങ ഇട്ടു അല്ലേ? അവസാനം ആപ്പിളും മാതള നാരങ്ങ.
അമ്പിളി ചേച്ചി, ഞാൻ പോയപ്പോ ശർക്കര ആഡ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തൊക്കെ ചെയ്തു? കടലപ്പരിപ്പ് ചേർത്തു. അത് കുറച്ച് കുറുകി വരുമ്പോ പാലൊഴിക്കണം. അത് കുറച്ച് നന്നായിട്ട് ഒരു തിള വരുമ്പോ തേങ്ങാപ്പാൽ ചേർക്കണം. ഒന്നാം പാല് നന്നായിട്ട് കുറുകി വരണം. അതിനുശേഷം അവസാനം ഏലക്കാപ്പൊടി, കശുവണ്ടി, കിസ്മിസ് എല്ലാം ചേർക്കും. അങ്ങനെ നമ്മുടെ മത്തങ്ങ പായസം, കടലപ്പരിപ്പ് പായസം ടേസ്റ്റ് ചെയ്യാം. എന്തായി? പായസം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. റെഡി. ബോൾസ് ഉണ്ടാക്കുന്ന സ്റ്റേജിലാണ് ഞാൻ ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് ആ ബോൾസ് അതിലേക്ക് ഇട്ടു. പിന്നെ തേങ്ങാപ്പാൽ ആഡ് ചെയ്തു. ബോൾസിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു. ബോൾസ് ഉണ്ടാക്കി മാറ്റി എന്നിട്ട് അതിലേക്ക് ഈ പായസത്തിലേക്ക് ഇട്ടു. ബോൾസ് ഇതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം തേങ്ങാപ്പാലും ആഡ് ചെയ്തു. അതിനുശേഷം ഏലക്കാപ്പൊടി. അപ്പൊ അത് കുറെ നേരം തിളച്ച് വറ്റണം. ഫസ്റ്റ് പാലൊഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴാണ് ബോൾസ് ചേർക്കുന്നത്. ബോൾസ് ഇട്ടിട്ട് പാലൊഴിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ അധികം തിളക്കണ്ട. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. എല്ലാം നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇതൊക്കെ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഈസി ആയിട്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, നാച്ചുറൽ ആയിട്ട് ഒരു ബൗൾ എടുക്കുക, ഒഴിക്കുക, ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ ടേസ്റ്റ് ചെയ്യും. എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഇന്നത്തെ എല്ലാവരുടെയും പായസമൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് ഉണ്ടാക്കി. എല്ലാവരുടെയും പായസങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഭയങ്കര പാചകക്കാരാണല്ലേ? ഒരു പായസവും അങ്ങനെ മോശം അല്ലെങ്കിൽ ശരിയായില്ല എന്ന് പറയാനില്ല. പിന്നെ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഒരാൾക്ക് നമുക്ക് പ്രൈസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നീത ഒരുപാട് പേരെ ടെൻഷൻ എടുപ്പിക്കേണ്ട പറയാല്ലേ. ഇന്നത്തെ നമ്മുടെ പായസമേളയിലെ വിജയി ടെൻഷൻ ഇല്ല. അമ്പിളി ചേച്ചിയുടെ മത്തങ്ങ ചെറുപയർ പായസത്തിനാണ്. ഞാൻ നോക്കുമായിരുന്നു, ഏറ്റവും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിന്നത് അമ്പിളി ചേച്ചിയായിരുന്നു. ബാക്കി ആർക്കും അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അമ്പിളി ചേച്ചി വരൂ. ഈ ഒരു സമ്മാനം, ഇത്ര നല്ലൊരു റെസിപ്പിക്ക്. ഓക്കെ, സന്തോഷായോ? സന്തോഷമായി. ഇന്നത്തെ ഓണം പായസമേളയിലെ സമ്മാനവും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ആഘോഷം തീരുന്നില്ല നീത, കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ ആഘോഷം? എന്താണ് നമുക്കൊരു നമ്മുടെ ഒരു ചെറിയ ആഘോഷം. ഇന്നെല്ലാരും എന്താ ചെയ്യാൻ പോകുന്നത്? അനുശ്രീ ഒരു ഡാൻസർ ആണ്. അപ്പൊ അനുശ്രീ നമുക്ക് വേണ്ടി ഒരു നല്ല ഡാൻസ് കളിക്കും. റെഡി? റെഡി. ഓക്കെ. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി തീരിക്കാവുകളിൽ കാലപ്പൂപ്പൊലിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി തീരിക്കാവുകളിൽ കാലപ്പൂപ്പൊലിയായി. തങ്കത്തേരും കുളിരന്തി താരകങ്ങൾ
മരവർണ്ണ ദീപരാജിയായി മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. അനുശ്രീ നന്നായിട്ട് കളിച്ചു കേട്ടോ. അതെ, ഒരു കൊന്നപ്പൂ വിരിഞ്ഞു നിൽക്കുന്നതിന്റെ ഭംഗി ഉണ്ടായിരുന്നു അനുശ്രീയുടെ മൂവ്മെന്റ്സിനും എല്ലാത്തിനും. ഇവിടെ കലാമണ്ഡലത്തിൽ പഠിക്കുന്നപ്പോ കലാമണ്ഡലത്തിൽ പഠിച്ചു കഴിഞ്ഞു ഡിപ്ലോമ. വെറുതെ അല്ല നീട്ടാ, അതാണ് അത്ര കളിച്ചത്. എന്തായാലും ഈ ആഘോഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. കൂടുതൽ പായസ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. കാത്തിരിക്കുക.